എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്ത് കടക്കണം. എന്റെ കുഞ്ഞിന് ഒരാപത്തും വരുത്തല്ലേ ഭഗവാനെ. ഈ മീനാക്ഷിയും കുഞ്ഞും ആ വീട്ടിൽ തന്നെയാ ഉള്ളതെന്ന് എന്താ ഉറപ്പ്? അവരവിടെ ഉണ്ടെന്നുള്ളത് 100% ഉറപ്പ് തന്നെയാ സർ. കാരണം അവരവിടെ കൊണ്ടുചെന്ന് വിട്ടവര് ആ കാര്യം തുറന്നു പറഞ്ഞു. ഇതൊരു കുഴഞ്ഞ കേസാണ്. ആ ഇന്ദ്രജ എന്തായാലും മീനാക്ഷിയുടെ വല്യമ്മയല്ലേ? തട്ടിക്കൊണ്ടുപോയി കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് കേസൊന്നും എടുക്കാൻ പറ്റില്ല. അതല്ല സർ, ഇന്ദ്രജയുടെ വീട്ടില് ഒരു റെയ്ഡ് നടത്താൻ പറ്റുമോന്നാ എനിക്കറിയേണ്ടത്. May come in. Yes. Take your seat. റെയ്ഡൊന്നും പ്രായോഗികമല്ല നമ്പ്യാരെ. റെയ്ഡ് നടത്താൻ വാറണ്ട് വേണ്ടിവരും. മാത്രമല്ല, ഇന്ദ്രജയുടെ പേരിൽ നിലവിൽ കേസൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല. അവർ സമൂഹത്തിൽ അത്യാവശ്യം അറിയപ്പെടുന്ന സ്ത്രീയാ. പൊളിറ്റിക്കൽ സപ്പോർട്ടും ഉണ്ട്. കോടതിയിൽ നിന്നും ഒരു ഹേബിയസ് കോർപ്പസ് വാങ്ങിയെടുത്താൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. എക്സ്ക്യൂസ് മീ സർ. യെസ് സർ, ഞാൻ മറ്റൊരു കേസിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാനാ സാറിന്റെ അടുത്തേക്ക് വന്നത്. പക്ഷേ ഇക്കാര്യം കേട്ടപ്പോ ഒരു ഇൻട്രസ്റ്റ്. ടെൽ മീ സഹിറ. സർ, ആ ഇന്ദ്രജയെ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. സമൂഹത്തിന്റെ മുന്നിൽ മാന്യതയുടെ മുഖംമൂടി ധരിച്ചു നിൽക്കുന്ന ഒരു ക്രിമിനലാ സർ. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തില് നിയമം കയ്യിലെടുക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് സഹിറ. സർ, ഒരു ACPയുടെ ഭാര്യയും മകളെയാണ് കാണാതായിരിക്കുന്നത്. ACP ആണെങ്കിൽ കോമ സ്റ്റേജിൽ ഹോസ്പിറ്റലില്. അദ്ദേഹം ഡിപ്പാർട്ട്മെന്റിൽ യാതൊരു കറക്ഷനും ഇല്ലാത്ത ഓഫീസറായിരുന്നു. അങ്ങയുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ ഞാൻ മുൻകൈ എടുത്ത് റെയ്ഡ് നടത്താം. എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായാലും സഹിറ ഏറ്റോളണം. ഞാൻ ഏറ്റോളാം സർ. Okay, all the best. താങ്ക് യു സർ. എക്സ്ക്യൂസ് മീ മാം. യെസ്, വാട്ട് യു വാണ്ട്? എന്താ മാഡത്തിന് പെട്ടെന്ന് ഇങ്ങനെ ഒരു മനം മാറ്റം? വിശ്വസിക്കാമല്ലോ അല്ലേ? നിങ്ങൾക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. അതെന്റെ വിഷയമല്ല. എന്നെ കുറെ നിയമം പഠിപ്പിക്കാൻ നോക്കിയതല്ലേ നിങ്ങള്? നിയമത്തിന്റെ അകത്തു നിന്നും പുറത്തു നിന്നും പോലീസുകാർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. ഇവൾ ഏതു പക്ഷത്താണെന്ന സംശയം.
എന്താ പോലീസ് പാർട്ടി എന്റെ വീട്ടിലേക്ക് വല്ല ഉദ്ഘാടനത്തിനും വിളിക്കാൻ വന്നതാണോ അതോ സ്വീകരണം തരാനോ? കാണാൻ വരുന്നത് ഇതിനൊക്കെയാണെന്നാണോ മാഡത്തിന്റെ ധാരണ? അല്ലാതെന്താ, ഞാൻ കുറ്റവാളിയൊന്നും അല്ലല്ലോ. ക്രിമിനൽ കേസ് പോയിട്ട് ഒരു സിവിൽ കേസ് പോലും എന്റെ പേരിലില്ല. അല്ല, നിങ്ങൾ എന്നെ കാണാമെന്ന കാര്യം എന്താന്ന് പറയൂ. മാഡം ഞങ്ങളോട് സഹകരിക്കണം. ഞങ്ങൾ വന്നത് ഈ വീട് റെയ്ഡ് ചെയ്യാനാ. വീട് റെയ്ഡ് ചെയ്യാനോ? എന്ത് കാര്യത്തിന്? കാര്യമുണ്ട്. എന്ത് കാര്യം? ആരാ പരാതിക്കാര്? മിസ്റ്റർ ഗിരീഷ് നമ്പ്യാർ. ഇയാളാരാ? ഞാൻ ആരാണെന്നും എന്താണെന്നൊക്കെ പുറകെ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. ഞാനൊരു പരാതി കമ്മീഷണർക്ക് കൊടുത്തിട്ടുണ്ട്. അതിന്റെ വിശദ വിവരങ്ങളൊക്കെ ACP മാഡം പറയും. പറയ്, എന്തിനാ റെയ്ഡ്? മുൻ ACP കാർത്തികിന്റെ ഭാര്യ മീനാക്ഷിയെ കാണാനില്ലത്രേ. അവരെ പിടിച്ചോണ്ട് വന്ന് നിങ്ങൾ തടവിൽ താമസിപ്പിക്കുകയാണെന്ന് ഇദ്ദേഹത്തിന് കംപ്ലൈന്റ് ഉണ്ട്. അതിന് മീനാക്ഷിയെ കാണാനില്ലെന്ന് കംപ്ലൈന്റ് കൊടുക്കാൻ ഇയാൾ ആരാണെന്നാ എന്റെ ചോദ്യം. ഇയാളും മീനാക്ഷിയും തമ്മിൽ എന്താ ബന്ധം? കാർത്തിക് എൻ്റെ ഫ്രണ്ടാ. അയാൾ സുഖമില്ലാതെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. അതാ ഞാനിതിലിടപെട്ടത്. ഈ കാർത്തിക്കും മീനാക്ഷിയൊക്കെ എന്റെ ആരാണെന്ന് തനിക്കറിയൂ? എല്ലാം എനിക്കറിയാം മാഡം. ഞാൻ ചെമ്പകമംഗലത്തെ ഒരു അഭ്യുദയകാംക്ഷയാണ്. ഈ അഭ്യുദയാകാംക്ഷയുടെ കഥയൊക്കെ എനിക്കറിയാം. ആ കഥ ഞാൻ പറഞ്ഞ നാണം കെടുന്നത് താൻ തന്നെയായിരിക്കും. മര്യാദയ്ക്ക് സംസാരിക്കണം. എന്നെ നിനക്ക് ശരിക്കും അറിയില്ല. വേണ്ട വേണ്ട, തർക്കം വേണ്ട. ഞങ്ങളോട് സഹകരിച്ച മാഡത്തിന് കൊള്ളാം. മീനാക്ഷി ഞാൻ എന്തിന് തടവിൽ പൂട്ടിയിടണം? എന്റെ മകൾ അവൾ, എന്റെ അനുജത്തിയുടെ മകൾ. അതുപോലെ തന്നെ എന്റെ ആങ്ങളയുടെ മകനാ കാർത്തിക്. കാർത്തിക് മീനാക്ഷി എന്റെ മക്കളാ. മീനാക്ഷി ഇവിടെ ഉണ്ടോന്നാ ഞങ്ങൾക്ക് അറിയേണ്ടത്. എന്തായാലും അവൾ ഇപ്പൊ ഇവിടെ ഇല്ല. ഞങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമില്ല. ഈ സ്ത്രീ പറയുന്നത് വിശ്വസിക്കരുത് മാഡം. ഇവർ കള്ളവേ പറയൂ. ദേ, എന്റെ വീട്ടിൽ കയറി വന്ന് എന്നോട് മര്യാദകേട് സംസാരിച്ചാ ഞാൻ സഹിക്കില്ല. ഇക്കാര്യത്തിൽ സഹിച്ചേ പറ്റൂ. എന്തായാലും കംപ്ലൈന്റ് ഉള്ള സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഈ വീട് റെയ്ഡ് ചെയ്തേ പറ്റൂ. എന്റെ വീട് റെയ്ഡ് ചെയ്യണമെങ്കിൽ അതിന് വാറണ്ട് വേണം. വാറണ്ട് ഉണ്ടോ നിങ്ങളുടെ കയ്യില്? വാറണ്ടൊന്നുമില്ല. മീനാക്ഷി ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകും. കമോൺ സെർച്ച്. താൻ അവിടെ നിൽക്കേ. നിയമം നടപ്പിലാക്കാൻ പോലീസിന് അധികാരമുള്ളത്. താൻ എന്തധികാരത്തിന്റെ പേരിൽ അകത്തോട്ട്? ചെമ്പകമംഗലം വീടിന്റെ അഭ്യുദയാകാംക്ഷി മാധവ മന്ദിരത്തിന്റെ പൂമുഖത്തിന്റെ അപ്പുറത്തോട്ട് വേണ്ട. കേറി നോക്കണോ? യെസ് മാഡം. എന്താ എന്താ നിങ്ങൾ എന്താ ഈ കാണിക്കുന്നേ? എന്താ കാര്യം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ചോദിച്ചത് കേട്ടില്ലേ മാഡം? നിങ്ങൾ എന്താ മിണ്ടാതെ നിൽക്കുന്നത്? ഞാൻ ഈ വീട്ടിലെ ഉടമസ്ഥനാണ്. എനിക്കറിയണം നിങ്ങൾ എന്താ ഈ വീട്ടിൽ കയറി വന്ന് കാണിക്കുന്നതെന്ന്. നിങ്ങൾ ഇന്ദ്രജയുടെ ആരാ? ഞാൻ അവളുടെ അച്ഛനാണ്. എന്നിട്ട് അവരൊന്നും പറഞ്ഞില്ലേ ഇവിടെ എന്താ നടക്കുന്നതെന്ന്? അവൾ പറയാത്തത് കൊണ്ടല്ലേ മാഡം ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ഞാൻ ഇവിടുത്തെ ഗൃഹനാഥനല്ലേ, ഞാൻ അറിയണ്ടേ നിങ്ങളിവിടെ എന്താണ് ചെയ്യുന്നതെന്ന്. അതോ പോലീസുകാർക്ക് ഏത് വീട്ടിലും കയറി എന്ത് അതിക്രമവും കാണിക്കാമെന്ന് പുതിയ നിയമം വല്ലതും ഉണ്ടോ? അങ്ങനെ നിയമമൊന്നുമില്ല. ഇവിടെ നടക്കുന്നത് ഒരു റെയ്ഡാ. റെയ്ഡ്? റെയ്ഡ് നടത്താൻ ഇതെന്താ ഹോട്ടലോ അധോലോക കേന്ദ്രമോ മറ്റോ ആണോ? ഒരു പരാതി കിട്ടിയിട്ടാ റെയ്ഡ് നടത്തുന്നത്. എന്ത് പരാതി? ഇവിടെ മീനാക്ഷി എന്നൊരു പെൺകുട്ടിയെ തടവിൽ താമസിപ്പിച്ചിരിക്കുന്നു എന്ന പരാതി. അവളെ കണ്ടെത്താനാ റെയ്ഡ്. മീനാക്ഷി അന്യ പെൺകുട്ടിയൊന്നുമല്ല, എൻ്റെ പേരക്കുട്ടിയാ. ചില കുടുംബ പ്രശ്നങ്ങൾ കാരണം ഇന്ദ്രജ അവളെ നിർബന്ധിച്ച് ഇവിടെ താമസിപ്പിച്ചിരിക്കുക.
നിങ്ങൾ വന്നത് വളരെ ഉപകാരം. സാഹചര്യം ശരിയല്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ തന്നെ പോലീസിൽ പരാതി കൊടുത്തേനെ. നിങ്ങൾ പറഞ്ഞു വരുന്നത്? മീനാക്ഷി ഇവിടെ ഉണ്ട് മാഡം. നിങ്ങൾ എങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞിനെ മോചിപ്പിച്ച് ചെമ്പകമംഗലത്തേക്ക് വിടണം. ഇതെൻ്റെ ഒരു അപേക്ഷയാണ്. മീനാക്ഷി മോള് അവളുടെ ബെഡ്റൂമിൽ തന്നെയുണ്ട്. അവൾ ഉറക്കത്തില്ല. ദയവായി നിങ്ങൾ അവളെ ഉണർത്തിക്കൊണ്ടു പോണം. അവൾ ഇവിടെ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ തന്നെയാ വന്നത്. അതിന് നിങ്ങളുടെ അഡ്വൈസും റിക്വസ്റ്റും ഒന്നും ആവശ്യമില്ല. എന്തായിടോ? അകത്തൊന്നും ആളില്ല മാഡം. വാടോ. അടുക്കളയിൽ കയറി ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ നോക്കണം. ആളെ വെട്ടി പീസ് പീസാക്കി ഫ്രിഡ്ജിലും ഓവനിലും ഒക്കെ വെക്കുന്ന കാലോ. എല്ലാവരും സൈക്കോളാ. അവിടെ എന്താ നോക്കുന്നേ? കുന്തം പോയാലേ കുടത്തിലും തപ്പണമെന്നാ പ്രമാണം. ടാങ്കിലും എല്ലാം കാണോടോ? ഏയ്, അവിടെയൊന്നും കാണത്തില്ല. ഈ സഹീറ മുമ്പ് ചില കാര്യങ്ങളിലൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോ അവളുടെ മനസ്സൊക്കെ മാറിയതുപോലെ. ഇവളെന്നെ ചതിക്കൂ? ആ, ഇങ്ങനൊരു മുറി ഉണ്ടായിരുന്നല്ലേ? അല്ല, ഈ മുറി പരിശോധിച്ചതാണല്ലോ. ആര്? മാഡം, ACP മാഡം. ഓ, മാഡം പരിശോധിച്ചല്ലേ? പരിശോധിച്ചിട്ട് ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. പിന്നെന്താ ഈ മുറി ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നത്? അത് പിന്നെ എന്റെ അനുജത്തി മാധുരിയുടേത് ഒരു ദുർമരണമായിരുന്നല്ലോ. ഓ, അവളുടെ ബെഡ്റൂം ആയിരുന്നു അത്. അവളുടെ എല്ലാ സാധനങ്ങളും അതിനകത്ത്. ശരി. മാഡത്തിന് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ഏയ് ഇല്ല. മീനാക്ഷി ഇവിടെ ഉണ്ടെങ്കിൽ പറഞ്ഞോ, അവളെ തിരികെ കൊടുത്ത് നമുക്ക് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാം. ഏയ്, മീനാക്ഷി ഇവിടെ ഇല്ല സഹീറ. അല്ല മാഡം, ഈ മുറി മാത്രം എന്താ പൂട്ടിയിട്ടിരിക്കുന്നത്? അത് കൊല ചെയ്യപ്പെട്ട എന്റെ അനിയത്തി മാധുരിയുടെ മുറിയാ ഇത്. അതാ പൂട്ടിയിട്ടിരിക്കുന്നത്. ഇതൊന്നും തുറന്നേ. തുറക്കാനല്ലേ പറഞ്ഞത്?
ഇതാരാ? ആക്സിഡന്റിൽ മരിച്ചുപോയ അനിയത്തി മാധുരി. നീ നുണ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? സോറി മാഡം. ഇത് മീനാക്ഷി തന്നെയല്ലേ? ആ അതെ. വാ. വാ. ആ അടച്ചോ. ഇന്ദ്രജ മാഡം ഒന്ന് ഭയന്നു. വെറുതെ എന്നെ സംശയിച്ചു. ACP സഹീറയ്ക്ക് ഒരേ ഒരു നിലപാടേ ഉള്ളൂ. ആ സ്റ്റാൻഡിൽ മാത്രമേ ഞാൻ നിൽക്കൂ. എന്റെ മനസ്സിനെ കുത്തി നോവിച്ചവനോട്, അവനെ സ്നേഹിക്കുന്നവരോടുള്ള റിവെഞ്ച്, അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. ഞാനൊരു നിമിഷം സംശയിച്ചു പോയി. മനുഷ്യരല്ലേ സഹീറ? സോറി. സാരമില്ല. ഞാൻ പെട്ടെന്ന് പ്രയോഗിച്ച ബുദ്ധി ഇത്. ഈ റെയ്ഡിന് ഞാൻ തന്നെ മുൻകൈ എടുത്ത എന്റെ കാര്യം അറിയാലോ. എനിക്ക് മനസ്സിലായി. അതായത് ഇക്കാര്യവും പറഞ്ഞ് ഗിരീഷ് നമ്പ്യാരും നന്ദിനിയും മറ്റാരെയും സമീപിക്കരുത്. സമീപിച്ച കാര്യങ്ങൾ മാറിപ്പോവും. നമ്മുടെ കയ്യിൽ നിന്ന് പിടിവിട്ടു പോകും.
മറ്റാരെങ്കിലുമാണ് കമ്മീഷണർ റെയ്ഡിന് വിട്ടിരുന്നെങ്കിൽ ഇതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കൊന്നുമില്ല. എനിക്കറിയാം സഹിറ. എനിക്ക് ഈ ഉപകാരങ്ങളെല്ലാം ചെയ്തു തന്നതിന് താങ്ക്സ്. ഞാനിത് മനസ്സിലാക്കുന്നു. ഗിരീഷ് നമ്പ്യാരുടെ സപ്പോർട്ടോടെ നന്ദിനി കോടതിയെ സമീപിച്ചാൽ അവര് നിയമിക്കുന്ന ഉദ്യോഗസ്ഥരായിരിക്കും റെയ്ഡിന് വരിക. കറക്റ്റ്. ഇതിപ്പോ റെയ്ഡ് നടന്നു, അവളെ കിട്ടിയില്ല. നമ്മുടെ ഭാഗം ക്ലിയർ ആകുകയും ചെയ്തു.